ഉണർന്നത് അറിഞ്ഞില്ല. കാപ്പി കൊണ്ടുവരാൻ പറയട്ടെ? സരോജം. ഏയ് അതൊന്നും വേണ്ട, പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ശിവ പൊയ്ക്കളല്ലേ, ഒരു കാര്യമുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം വരണം. എന്റെ കുട്ടികൾ താങ്കളെ ശുശ്രൂഷിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഓ വന്നോ? അലക്കാൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു. എന്നാ ഞാൻ ആ എന്താ ശാന്തറ, സുഖം തന്നെയല്ലേ? കഴിയുന്നു. രാവിലെ വിട്ടിട്ടുണ്ടല്ലോ. രാവിലെ തന്നെ മൂക്കറ്റം കുടിച്ച് നിങ്ങൾ ഇതെന്ത് ഭാവിച്ച ശാന്താറാം? ആ പെണ്ണിനെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് കുറച്ചൂടെ? കഷ്ടം തന്നെ. തുടങ്ങിയല്ലോ. അതെല്ലാം സരോജ നേരത്തെ തുടച്ചു വെച്ചു. നിങ്ങൾ അകത്തു പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കൂ ശാന്താറാം. ഈ കിണ്ണാങ്കൃതികൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ വേണ്ടില്ല. ശിവ വരൂ. ഇത് നിന്റെ മാലച്ചേച്ചിക്കുള്ളതാ. പുരയിലമ്മ അവൾക്ക് വേണ്ടിയിട്ട് ടൗണിന്ന് വാങ്ങിയതാണെന്ന് പ്രത്യേകം പറയണം. അതെ, നിന്നെയല്ല, ഇവിടെ. കൃഷ്ണൻ പോയി വൈദ്യരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരൂ. ലളിതയ്ക്ക് ഇത്തിരി കൂടുതലാ. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വൈദ്യരുടെ ചികിത്സ അല്ലായിരുന്നു ഇത്രയും നാളും. ടൗണിൽ ഏതെങ്കിലും നല്ലൊരു ആശുപത്രി കൊണ്ടുപോയാ. വിഡിത്തരം പറയാതിരി കൃഷ്ണ. ഇവിടെ ഇങ്ങനൊരു രോഗിയുള്ളത് പുറത്തറിഞ്ഞാ പിന്നെ എല്ലാവർക്കും കൂടി ഭജനയും പാടിയിരിക്കാം. നൂറായിസ ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. മനസ്സിൽ ഓർത്താ മതി, അപ്പ അവിടെ ഉണ്ടാവും. അതങ്ങനെയാ. ഞാൻ കൃഷ്ണനെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങായിരുന്നു. ലളിതയ്ക്ക് തീരെ വയ്യ. രാത്രി മുഴുവൻ ഒരേ നിലവിളിയായിരുന്നു. അതിനി നോക്കിയിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. ഒരുപാട് പഴകിയതാ. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് എന്തിനാ? കതിരല്ലല്ലോ, മുളയിലെ തുടങ്ങിയതല്ലേ ചികിത്സ. ഈ രോഗത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. വരാണ്ട് നോക്കാം, അത്ര തന്നെ. അതിനാ സർക്കാർ തന്നെ ഓരോന്നൊക്കെ ഇറക്കിയിട്ടുള്ളത്. വിലയും കുറവല്ലേ? അത് ഉപയോഗിക്കാൻ പറയണം വരുന്നവരോടെ. നമുക്കങ്ങനെ നിർബന്ധിക്കാൻ പറ്റുമോ? പറയാന്നല്ലാണ്ട് അതിഥികളുടെ സന്തോഷമല്ലേ നമുക്ക് മുഖ്യം. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് വേദന സംഹാരികൾ കൊടുക്കാം. ഇംഗ്ലീഷ് മരുന്ന്. അതുകൊണ്ടൊന്നും മാറാൻ പോണില്ല, എന്നാലൊരു ആശ്വാസമാവും. ഇത് കണ്ടാ എവിടെ നോക്കട്ടെ. തരൂല, തരാനല്ലേ പറഞ്ഞ. എടാ നിക്ക്, നിക്കൂല. ആയ്, നല്ല വാസന.
ചേച്ചിക്ക് എന്തൊക്കെ സാധനങ്ങളാ കിട്ടുന്നേ? ചേച്ചി അടുത്തന്നെ പൊരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന എല്ലാരും പറയണേ. ചുമ്മാ സത്യം, പൊരയിലമ്മ പറഞ്ഞതാ. ഇനിയുള്ള കാലം മുഴുവൻ ചേച്ചി അവിടെയാ കഴിയാൻ പോണേന്ന്. എന്റെ ചിന്നുവേച്ചിക്ക് കാലിന് സുഖം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് കഴിയായിരുന്നു. മാലേച്ചിയുടെ ഭാഗ്യം. വന്നിപ്പോ അമ്പലത്തിൽ ഭക്തന്മാരായ കൂടുതൽ തെണ്ടികളാ. വരൂ. പെണ്ണെന്ന് ശരിക്ക് കൊയ്ത മട്ടുണ്ടല്ലോ. ശിവുവിന്റെ കീശക്ക് നല്ല കനം. അവന് സുഖിച്ചില്ല. ലായക്കം തോട്ടി പണി കഴിഞ്ഞ് ചേരിയിലെത്തുമ്പോ കയ്യിലൊരു പൊടിക്കുഞ്ഞുണ്ടായിരുന്നു. വസൂര് വന്ന് തോട്ടി ചത്തപ്പോ ആ ചട്ടിയാലിക്ക് ഒരു ആങ്ങളെ അന്തൊക്കെ കുറക്കാത്തോണ്ട് ഒരു പോക്ക്. നീ മാറാ. എങ്ങോട്ടേ കയറുന്നേ? അയ്യോ കോളാമ്പി. എന്നാ ശാന്താറാമിന്റെ കലാപരിപാടികൾ കഴിഞ്ഞില്ലേ ഇതുവരെ? ഒന്ന് നിർത്തൂ ശാന്താറാം. 24 മണിക്കൂറും അതിനു മുമ്പിലാ. ചില നേരത്തെ പെരുമാറ്റം കണ്ട കിറുക്കാണെന്ന് തോന്നും. ആ പെണ്ണിനെ ഓർത്തിട്ടാ. അവളെ ഓർക്കുമ്പം നമുക്കിതൊക്കെ ക്ഷമിക്കാതെ പറ്റുമോ ദൈവമേ? ആ വാ 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 വാ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? വാ 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 വാ. ഇത് എല്ലാവർക്കും കൊടുക്കണം. ആ എന്തൊക്കെയുണ്ട് ശാന്താറാം? മാലയ്ക്ക് സുഖം തന്നെയല്ലേ? വരണം. ഇത് മാലയ്ക്ക്. അവൾക്കിപ്പോ മധുരപലഹാരങ്ങൾ കഴിക്കേണ്ട പ്രായമാ. അകത്തേക്ക് വരാം. യാമി ഒരുങ്ങി. എനിക്ക് ഈ വസുമതിയുടെ ഒരു നാണം കാണുമ്പോഴാ. ആ ഇനി താമസിച്ചാൽ യാമിക്ക് അതൊരു മുഷ്ടിലാവും. അങ്ങനെയല്ലേ ശാന്താറാം?
ഭാവട്ടി ആ വന്നോ? താനിത് എവിടെയായിരുന്നു? കാണാതായപ്പോ ഞാനിങ്ങ ഇറങ്ങി. പുരയിലെ ഏറ്റവും വിലപ്പെട്ട അതിഥി വന്നിരുന്നു, ദേവറാവു. അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് വൈകി. താൻ ഇപ്പോഴേ കഴിച്ചിട്ടുണ്ടോ? ആ, കുറച്ച്. വല്ലാത്തൊരു വിമ്മിട്ടം. എന്തോ പൊതിയൊക്കെ മാലയ്ക്കാ? ആ, അവള് പെട്ടെന്ന് വളരാൻ, അവളുടെ അമ്മയെപ്പോലെ സുന്ദരിയാകാൻ ദേവറാവുവിന്റെ വക പലഹാരം. ഫു! വിധിയാണടോ. അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പ് ഉദയപുരത്ത് കച്ചേരിയും കഴിഞ്ഞു പോയ ഭാഗവതർ എന്തിനാ ദേവദാസിപുരയിൽ ചെന്ന് കയറിയത്? കലാകാരന്റെ ദൗർബല്യം. പെണ്ണിനെ അറിയാത്തവനൊന്നും ആയിരുന്നില്ലല്ലോ ശാന്താറാം. എന്നിട്ടും പെട്ടുപോയി. എന്റെ പാട്ടിനൊത്ത് അവളുടെ ചിലങ്കുകൾ ആടിത്തിമിർത്തപ്പോ, ആ നനഞ്ഞ വിരലുകൾ എന്നെ സ്പർശിച്ചപ്പോ, അപ്പോഴൊക്കെയും അന്നോളം അനുഭവിക്കാത്തൊരു സുഖം, ഒരാനന്ദം. ദാസിപ്പുരയിലെ ചൂട് തേടിപ്പോയവന് അന്ന് കിട്ടിയത് അതൊന്നും ആയിരുന്നില്ലടോ. നെഞ്ച് നിറച്ച്, മനസ്സ് നിറച്ച് സ്നേഹമായിരുന്നു. ദാസിപ്പുരയിൽ നിന്ന് അവളെ ഇറക്കിക്കൊണ്ട് വരുമ്പോ അന്നോളം തൊണ്ട പൊട്ടി പാടിയതെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. എല്ലാം.
ദേവദാസിയെ കൂടെ പാർപ്പിച്ചവനെ എല്ലാവരും ചേർന്ന് വിലക്കി. ഒരുപാട് തെണ്ടി ഒന്ന് പാടാൻ, ഒരു വേദി കിട്ടാൻ. അവസാനം സ്വന്തം ഭാര്യയ്ക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ വീണ്ടും പാടി. എവിടെ? അതേ ദാസിപുരിയിൽ തന്നെ. ശാന്താറാമിന്റെ കണ്ണീരിന്റെ ഉപ്പ് നുകരാൻ എന്നും അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണു തുറക്കാത്തൊരു ചോരക്കുഞ്ഞിനെ തന്നിട്ട് അവൾ പോകുന്നത് വരെ. അവൾ മരിച്ചിട്ടും ശാന്താറാം തളർന്നില്ലടോ. മനസ്സ് തളരാതിരുന്നിട്ടും ശരീരം തളർന്നു. രോഗിയായി. ആകെയുണ്ടായിരുന്ന വീടും പോയി. ഇപ്പോ എനിക്ക് പേടിയാകുന്നടോ. ശരിക്കും എന്റെ കുട്ടിക്ക് വില പറയുക അവരിപ്പോ. അവള് വലുതാകാൻ കാത്തിരിക്കുക. തനിക്ക് മകളെയും കൂട്ടി എവിടേക്കെങ്കിലും പോയിക്കൂടെ? എവിടേക്ക്? അതും ഈ ശരീരവും കൊണ്ട്. തെണ്ടിയിട്ടാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വയ്ക്കാം. അതുമാത്രം പോരല്ലോ. അവളുടെ പ്രായം അത് അവളെ എവിടെയെങ്കിലും രക്ഷപ്പെടുത്തുമോടോ? പിന്നെ കൊടുക്കില്ലടോ. ഞാൻ ഒരു സമ്പ്രദായത്തിനും ഞാൻ അവളെ കൊടുക്കില്ല. ഒക്കിൽ ജീവനുള്ളിടത്തോളം അവളെ ഒരു ദേവദാസിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജീവിതത്തിൽ എല്ലായിടത്തും തോറ്റ ഈ പാവം ഭാഗവതർക്ക് എവിടെയെങ്കിലും ഒന്ന് ജയിക്കണ്ടേടോ. ഏയ്, എന്താ ഇത്? താനിത് കഴിച്ചേ, എന്നിട്ട് വാ.